പൈലറ്റ് ഓടി വന്ന് ഭയങ്കര പരിഭ്രാന്തനായിട്ട് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഒരക്ഷരം മാറിയപ്പോൾ മീനിങ്ങും ആഘാതങ്ങളും എന്തുമാത്രം മാറിയെന്ന് ആലോചിക്കൂ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രവൃത്തി ചെയ്ത് നോക്കണം. എ മുതൽ ഇസഡ് വരെ 26 അക്ഷരവും ഒരു വരിയായിട്ട് എഴുതുക, 1 2 വരിയായിട്ട് എഴുതുക. എന്നിട്ട് ആ നമ്പർ ഇടുക. അപ്പോൾ എയുടെ താഴെ 1, ബിയുടെ താഴെ 2, സിയുടെ താഴെ 3, അങ്ങനെ ഇട്ട് പോകുമ്പോൾ ഇസഡിന് 26ാമത്തെ നമ്പർ വരും. ഇനി ഇത് നമ്പറാണെന്ന് വിചാരിക്കാതെ ആ അക്ഷരത്തിൻ്റെ മാർക്കാണെന്ന് വിചാരിക്കുക. അത് എ എന്ന അക്ഷരം കണ്ടാൽ 1 മാർക്ക്, ബി എന്ന അക്ഷരം കണ്ടാൽ 2 മാർക്ക്, സി എന്ന അക്ഷരം കണ്ടാൽ 3 മാർക്ക്, ഇങ്ങനെ വിചാരിക്കുക. ഇനി ഓരോ ക്വാളിറ്റി എടുത്ത് മാർക്കിടുക. ഇപ്പോൾ ലക്കെന്ന് കണ്ടാൽ എൽ എത്രാമത്തെ അക്ഷരം അത്രയും മാർക്കിടുക, യു എത്രാമത്തെ അക്ഷരം, സി 3ാമത്തെ അക്ഷരം 3 മാർക്ക്, അങ്ങനെ മാർക്കിട്ട് നോക്കുക. ഇങ്ങനെ നിങ്ങൾ പല ക്വാളിറ്റിക്ക് മാർക്കിട്ട് നോക്കും. ഒരു ക്വാളിറ്റിക്ക് മാത്രം 100 മാർക്ക് കിട്ടുന്ന കാണാം, ആറ്റിറ്റ്യൂഡ്. ചെയ്ത് നോക്കണേ, ഞാൻ വെറുതെ പറയുന്നതല്ല, വെരിഫൈ ചെയ്യും. അപ്പോൾ 100ൽ 100 അത് ആറ്റിറ്റ്യൂഡിനാണ്. പക്ഷേ ആറ്റിറ്റ്യൂഡ് 2 തരം ഉണ്ട് കേട്ടോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ ചുമ്മാ ഒരു ദിവസം വീട്ടിൻ്റെ പുറത്തിറങ്ങുന്ന കതവിൻ്റെ അവിടെ തറയിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചു, നിങ്ങൾ ഓടിപ്പോയി. ഫോൺ വഴിക്ക് ഒരു കുപ്പി ഗ്ലാസ് ഇരുന്നു, തട്ടിയിട്ട് പൊട്ടിച്ചു. നമ്മൾ എന്താ ഉടനെ പറയുക? ആരുടെ ഇതെവിടെ കൊണ്ടുവച്ചത്? മനുഷ്യൻ നടക്കാൻ വയ്യല്ലോ. ഒന്ന് ആലോചിക്കൂ, ഞാനാണ് അങ്ങനെ പോയതെങ്കിൽ, ഞാൻ നോക്കി നടന്നിരുന്നെങ്കിൽ ഞാനത് തട്ടിയിട്ട് പൊട്ടിക്കുമായിരുന്നോ? അപ്പോൾ 1ാമത്തെ കുറ്റവാളി ഞാനല്ലേ. എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. ആരടാ കൊണ്ടുവച്ചത്? കുറ്റം മറ്റൊരാൾ ചേർത്ത്. അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഞാൻ പറയണം, അയ്യോ ഞാൻ നോക്കി നടന്നില്ല, ഞാൻ തട്ടിയിട്ട് പൊട്ടിച്ചല്ലോ ഭഗവാനെ, അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി താഴെ വീണ് പൊട്ടി, അയ്യോ ഉടഞ്ഞു. മോൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി താഴെ വീണ് പൊട്ടിയപ്പോൾ ഒരക്ഷരമേ മാറ്റുള്ളൂ കേട്ടോ, ഉടച്ചു. ആ ടോണ് മാറും കേട്ടോ, അയ്യോ ഉടഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന്. മോൻ്റെ കയ്യിൽ നിന്ന് ഉടച്ചു, നാശം. ഒരക്ഷരം മാറിയപ്പോൾ മീനിങ്ങും ആഘാതങ്ങളും എന്തുമാത്രം മാറിയെന്ന് ആലോചിക്കൂ. എപ്പോഴും പോസിറ്റീവ് മനോഭാവം പുലർത്താൻ ശ്രദ്ധിക്കും. അത് ഞാൻ ഓർക്കുന്ന, ഒരിക്കൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അത്യാവശ്യമെടുത്ത് പോകാൻ സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്തിട്ടുണ്ട്. 9 മണിക്കേണ്ടി തിരിക്കേണ്ടതാണ്. 8 ആയപ്പം വാജ്പേയി അവിടെ എത്തി. പൈലറ്റ് ഓടി വന്ന് ഭയങ്കര പരിഭ്രാന്തനായിട്ട് പറഞ്ഞു, സാർ ക്ഷമിക്കണം. വാജ്പേയി ചോദിച്ചു, എന്തിനാ? വിമാനം 9:30 പറത്താൻ കഴിയൂ. ഇപ്പോൾ നല്ല ഫയറിംഗ് ആണ് പൈലറ്റ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, 9:30 മതി. 9:30 ആവാറയപ്പോൾ എന്ന് പറഞ്ഞു, സാർ ക്ഷമിക്കണം, 10 മണിയാവും. ഇത്തവണ എന്തായാലും വഴക്ക് ഉറപ്പാണ്. പേടിച്ച് നിൽക്കുക. മതി, 10 മണിക്ക് മതി. പൈലറ്റ് ചോദിച്ചു, അങ്ങ് എന്നെ കളിയാക്കുകയാണോ? അല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാനുള്ള വിമാനം നിങ്ങളെന്തോ പരിശോധിച്ചപ്പോൾ എന്തോ തകരാറ് കണ്ടെത്തിയതുകൊണ്ട് അത് നന്നാക്കാനല്ലേ ഈ സമയം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തുള്ള സ്നേഹമല്ലേ കാണിച്ചത്. നേരെ മറിച്ച് 9 എന്ന് പറഞ്ഞപ്പോൾ 9 മണിക്ക് പോകാൻ വേണ്ടി പരിശോധിക്കാതെ വിമാനം കയറ്റിപ്പോയി പാതി വഴി തകർന്നു വേണമെങ്കിൽ ഞാൻ ചത്തുപോയാൽ. അപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ എന്തിനും നിങ്ങളെ വഴക്ക് പറയണം? പക്ക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പരമാവധി പുലർത്തു. ഒരിക്കലും കുറ്റങ്ങൾ മറ്റുള്ളവർ ചാർത്തരുത് എന്ന് പറഞ്ഞ് സ്വയം ഇരയായിട്ട് എപ്പോഴും കാണിക്കുകയും ചെയ്യരുത്. വീട്ടിനകത്ത് എന്ത് പ്രശ്നം സംഭവിച്ചാലും അയ്യോ ഇത് ഞാനാണ്. ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ആരെയും കുറ്റം പറയുന്നില്ല, പറയേണ്ടത് പറയണം. അയാളെ ഒറ്റയ്ക്ക് നിർത്തി പറയണമെന്നേ ഉള്ളൂ. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. കൂട്ടത്തിൽ വെച്ച് അവഹേളിക്കുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഒരളവ് സ്വയം വിമർശനം നല്ലതാണ്. അധികമായാൽ അമൃതം വിഷം. ഓവറായിട്ട് സെൽഫ് ക്രിറ്റിസിസം വേണ്ട. അത് നിങ്ങളുടെ നാശത്തിലേക്ക് വഴിതെളിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ അനാവശ്യമായിട്ട് ഏറ്റെടുക്കരുത്. ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കുക, ചെയ്ത നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് ക്ലെയിം ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ നിലനിർത്തൂ. നിങ്ങളായി കണ്ട് ഇനിയും വലിയ ആളാവാനുള്ള പ്രയത്നങ്ങൾ തുടരൂ. നല്ല മനോഭാവത്തോടെ വളരൂ. എങ്കിൽ നിങ്ങൾക്ക് ഇനിയും വലിയൊരു ഭാവിയുണ്ട്. ആ ഭാവിയെ നശിപ്പിക്കാതിരിക്കാൻ എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം ഉപയോഗിക്കൂ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളോട് എന്നേക്കുമായി ഇവിടെ പറയൂ. സ്വന്തം മക്കള് വീട്ടിലുള്ളപ്പോൾ ബന്ധുക്കൾ വന്ന് കയറിയാൽ ചില രക്ഷാകർത്താക്കളുണ്ട്, വന്ന് കയറുമ്പോൾ കുട്ടിയെ വിളിച്ചു നിർത്തി വധിക്കാൻ തുടങ്ങും. അവൻ്റെ കുറ്റം 100 കണക്കിന് പറയും. അവൻ പിന്നെയും കുറെ കൂടെ മോശമാവും. പകരം അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ പറയൂ.
അവർ പോയിട്ട് ഒറ്റയ്ക്ക് നിർത്തി അവരുടെ കുറ്റങ്ങൾ പറഞ്ഞോളൂ, അത് പറയണം, അത് ഒളിച്ചു വെക്കരുത്. പക്ഷെ മൂന്നാമതൊരാൾ കേൾക്കേണ്ട. ഇനി കുട്ടിയുടെ പ്രശംസ കുട്ടി ഇല്ലാത്തപ്പോഴും ആൾക്കാരിത് പറഞ്ഞോളൂ, അതുകൊണ്ട് നല്ലതാവും. 50-ൽ 10 മാർക്കോട്ട് വന്നാൽ എന്താടാ നിനക്ക് 10 മാർക്ക്, എവിടെ പോയടാ ബാക്കി 40 ചോദിക്കരുത്. പറയണം ആദ്യം ഗുഡ്, നന്നായി മോനെ, അവിടെ നിർത്തരുത്. പക്ഷേ നിനക്ക് ഇനിയും നന്നാവാൻ കഴിയും, ഇനിയും മാർക്ക് വാങ്ങാൻ കഴിയും, നിനക്ക് ഇനിയും നന്നാവാൻ കഴിയണം, പ്രവർത്തിക്കണം എന്ന ഉപദേശം കൂടി കൊടുക്കും. എങ്കിൽ നന്നാവും. കുറ്റങ്ങൾ ചൂണ്ടിക്കാണി മാത്രം ഒരാളെ നന്നാക്കാൻ ആർക്കും കഴിയില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കൂടി ആർക്കും ആരെയും നന്നാക്കാം, സ്വയം നന്നാവാം. നിങ്ങൾ ഓരോ വ്യക്തികളും സ്വയം നന്നാവുമ്പോൾ നിങ്ങളുടെ കുടുംബം നന്നാവുന്നു, നിങ്ങളുടെ കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവുന്നു, സമൂഹം നന്നാവുമ്പോൾ രാജ്യം നന്നാവുന്നു. സ്വയം നന്നാവും, രാജ്യത്തെ നന്നാക്കും.